മരുമകനായതുകൊണ്ട് അയാളെ വേദിയിൽ ഇരുത്താൻ പറ്റുമോ? ഞാൻ പറയട്ടെ നിങ്ങൾ ആദ്യം അവിടെ നിൽക്കും. മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു. അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും. നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെ പങ്കെടുക്കുന്നത്? അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും BJPയോടും അല്ല, രാജീവ് ചന്ദ്രശേഖരനോടും അല്ല, അമ്മായിയപ്പനോടാണ്. അയാളെ മന്ത്രി കസേരയിൽ ഇരുത്താൻ അയാൾ പറഞ്ഞ വാചകം എന്താണ്? ഞങ്ങൾ താഴെ ഇരിക്കുന്നു. ഏതെങ്കിലും ഒരു ആള് പറയോ ഞങ്ങൾ സദസ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരിക്കണം എന്നല്ല ആഗ്രഹം. വേദിയിൽ നടപ്പുള്ള കാര്യമാണോ? അങ്ങനെ അതല്ല, ഒരു ദുരുപയോഗവും ഇല്ല. ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പാർട്ടിക്കാരെയും എന്തിനാണ് വിളിക്കുന്നത്? അതേ മുൻ കേന്ദ്രമന്ത്രി ഉമ്മൻചാണ്ടി ഇതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളാണ്. ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ശരിയാണോ? അതിന് ഞാൻ പറയട്ടെ അതിന് ആദ്യം VD സതീശനെ പോലെ തലയിൽ ആള് താമസമില്ലാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. നോക്കൂ, ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കേരളത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ്. മലയാളികളുടെ ആകെ അഭിമാനമാണ്. ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മണ്ടന്മാരാണ് UDFന്റെ നേതാക്കന്മാർ. അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവിന് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഉമ്മൻചാണ്ടിയുടെ ഈ കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള UDFന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ പറയുന്നതല്ല, ജനം പറയുന്നതാണ്. ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലയിൽ ആള് താമസമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. UDF കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും ഒപ്പമില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? ഇത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ ആ ഉദ്ഘാടന ചടങ്ങിൽ UDF എന്തിനാണ് ബഹിഷ്കരിച്ചത്? ഉമ്മൻചാണ്ടിയുടെ മുത്താണ് എങ്കിൽ അവർ വന്നിട്ട് പറയണ്ടേ? UDF ബഹിഷ്കരിച്ചത് ആന മണ്ടത്തരമായി പോയി എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത്.